പ്രിയ സഹോദരങ്ങളെ, ഈ തിരുസമാനമായ രണ്ടാം ആഗമനകാല ദിനത്തിൽ ഒരുങ്ങാം നമുക്ക് എന്ന ചിന്തയിലേക്ക് നമുക്ക് ശ്രദ്ധ തിരിയാം. ഈ ദിവസം നമ്മെ ഉണർത്തുന്നത് ആത്മീയമായ ഒരുക്കത്തിൻ്റെ ആവശ്യകതയിലേക്കാണ്. യേശുവിൻ്റെ ജനനത്തിനായി ഭൗതികമായി ഒരുങ്ങുന്നതിൽ ഉപരി നമ്മുടെ ഹൃദയങ്ങളെ ക്രിസ്തുവിനായി ഒരുക്കുകയാണ് ഈ കാലഘട്ടത്തിൻ്റെ കാതൽ. യേശയ്യയുടെ പ്രവചനം നീതിയും സമാധാനവും നിറഞ്ഞ ഒരു പുതിയ യുഗത്തെക്കുറിച്ച് പറയുന്നു. അവിടെ ചെന്നായും കുഞ്ഞാടും ഒരുമിച്ച് വസിക്കും. ഈ സമാധാനം നമ്മുടെ ജീവിതത്തിൽ പുലരണമെങ്കിൽ നാം അതിനായി നന്നായി ഒരുങ്ങണം. ലൂക്കായുടെ സുവിശേഷത്തിൽ ലളിത ഹൃദയർക്ക് ദൈവം തൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തിയതിന് യേശു പിതാവിനെ സ്തുതിക്കുന്നു. ഇത് നമ്മെ പഠിപ്പിക്കുന്നത് വിനയമുള്ള ഒരു ഹൃദയത്തിലൂടെ മാത്രമേ ദൈവത്തിൻ്റെ വരവിനായി ശരിയായ രീതിയിൽ ഒരുങ്ങാൻ കഴിയൂ എന്നാണ്. സ്നാപയോഹന്നാൻ്റെ ശബ്ദം മരുഭൂമിയിൽ മുഴങ്ങുന്നു. കർത്താവിൻ്റെ വഴിയൊരുക്കുവീൻ, അവൻ്റെ പാതകൾ നേരെയാക്കുവീൻ. ഇത് നമ്മുടെ ജീവിതത്തിലെ വളഞ്ഞ വഴികളും ഉയർന്നു നിൽക്കുന്ന അഹങ്കാരത്തിൻ്റെ മലകളും നിരപ്പാക്കാനുള്ള ആഹ്വാനമാണ്. ഈ ഒരുക്കം വെറും ചിന്തകളിൽ മാത്രം ഒതുങ്ങരുത്, മറിച്ച് പ്രവൃത്തികളിലൂടെ പ്രകടമാകണം. പാപങ്ങളെ ഏറ്റുപറഞ്ഞ് കരുണയുടെയും നീതിയുടെയും പ്രവൃത്തികളിലൂടെ നമുക്ക് ക്രിസ്തുവിനെ സ്വീകരിക്കാൻ തയ്യാറെടുക്കാം. ഈ ഒരുക്കത്തിലൂടെ നാം കാത്തിരിക്കുന്നത് നിത്യജീവനും പ്രത്യാശയുമാണ്. ക്രിസ്തുവിൻ്റെ മഹത്വകരമായ രണ്ടാം വരവിനായും നാം എപ്പോഴും തയ്യാറായിരിക്കണം. ദിവസേനയുള്ള തിരുവചന വായനയിലൂടെയും പ്രാർത്ഥനയിലൂടെയും വചനധ്യാനത്തിലൂടെയും ഈ ആത്മീയ ഒരുക്കം നമുക്ക് സാധ്യമാക്കാം. ഈ ആഗമനകാലം യഥാർത്ഥമായ ക്രിസ്മസ് ഒരുക്കത്തിൻ്റെ, അതായത് ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നതിൻ്റെ കാലമായി മാറട്ടെ. നിങ്ങൾക്ക് എൻ്റെ ക്രിസ്മസ് ആശംസകൾ. ഫെലിസ് നാവിദാദ്.